എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കുർക്കുറയുടെ റെസിപ്പിയാണ് കേട്ടോ. അരിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കുർക്കുറയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഈ ഒരു കുർക്കുറയുടെ റെസിപ്പി എങ്ങനെ ട്രൈ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കുർക്കുറയുടെ റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു കപ്പിൽ ഒരു കപ്പ് നിറയെ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പുട്ടുപൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി തരികളുള്ള പൊടി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള പൊടി ഉണ്ടാവും, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അരിപ്പൊടി ആയാലും മാത്രം മതി. അപ്പോൾ ഒരു കപ്പോളം വരുന്ന അരിപ്പൊടി നമുക്ക് മുഴുവനായിട്ടും ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ ഒരു സെയിം കപ്പിൽ തന്നെ 1/4 കപ്പോളം വരുന്ന കടലമാവ്, അതായത് കടല പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതപ്പോൾ ഒരു 1/4 കപ്പോളം വരുന്നത് ഈ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ അളവിൽ റവയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ വറുത്ത റവയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളളവിൽ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കൂടി പോകാൻ പാടില്ല. കൂടി പോയി കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണിൽ മാത്രം മതിയാവും. പിന്നെ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ടുണ്ടാവുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, സാധാരണ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ. നല്ല മണമുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടി പോകണ്ട, ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കുർക്കുറെ കഴിക്കുന്ന സമയത്ത് ഒരു ഇളം മധുരം ഉണ്ടാവും. ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ ഒരു സെയിം കപ്പിൽ തന്നെ 2 ഗ്ലാസോളം വരുന്ന സാധാരണ വെള്ളം കേട്ടോ. ചൂട് വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒന്നുമല്ല, സാധാരണ വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലുള്ളൊരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂണോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് അരിപ്പൊടിയിൽ എന്തെങ്കിലും കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലൊരു പാനിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നേരെ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, തീ നമുക്ക് എത്രത്തോളം ലോ ഫ്ലെയിമിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയും ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിക്കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റുന്ന വിധത്തിൽ പതുക്കെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കറക്റ്റ് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഈ ഒരു മാവിൻ്റെ ചൂട് അത്യാവശ്യം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാത്തു നിൽക്കണ്ട. ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്ന സമയത്ത് ഈ ഒരു മാവ് അങ്ങോട്ട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി സോഫ്റ്റോട് കൂടി തന്നെ വേണം നമ്മൾ ഇത് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ആ ഒരു ഇളം ചൂടുള്ള സമയത്ത് കേട്ടോ. പിന്നെ നമ്മൾ കുഴച്ചെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മാവ് കയ്യിലൊട്ട് ഒട്ടി പിടിക്കുകയില്ല. കൂടാതെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു മാവ് ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചിട്ടെടുക്കാം.
ഇനി ഈ ഒരു മാവ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ 2 കൈയിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവ്, ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ, ഈ ഒരു വലുപ്പത്തിൽ മാത്രം, എന്നിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് അതിൽ ക്രാക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തോടു കൂടി കൈയുടെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ ഒരു മാവ് നമ്മുടെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ ഒരു വിരലുണ്ടല്ലോ, വിരലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു 2 കറക്കും കേട്ടോ, അത്ര മാത്രം മതി. അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ആ ഒരു കുർക്കുറയുടെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മുഴുവൻ മാവും ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് നമുക്ക് നേരെ ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഞങ്ങളുടെ എണ്ണ കുടിക്കുവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ക്രിസ്പിനെസ്സും കിട്ടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയും നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കുർക്കുറയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുർക്കുറയാണ് കേട്ടത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് പൊട്ടിക്കുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള എഫക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇതിൽ ചെറിയൊരു പണി കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാടായി പോകണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഇല്ലാത്ത കാരണം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുർക്കുറയാണ്. ഇനി നിങ്ങൾ പുറത്തു നിന്നും വാങ്ങി കൊടുക്കണ്ട. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് പോകരുത്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരുന്ന അറിയിക്കും കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.